ഉദ്ദേശിക്കാത്ത മറുപടി പറഞ്ഞാൽ പിന്നെ എനിക്ക് മുന്നോട്ട് അറിയില്ല. അപ്പൊ അതിനെ കട്ട് ചെയ്യും, ക്യാബ് വേണം നടന്നു പോവാന്ന്. ബാക്കി സെക്യൂരിറ്റീസിനൊക്കെ വെച്ച് കിളി പോയ അതല്ലോ എബി പറഞ്ഞ എന്താണ് പാലത്തിൽ വെച്ച് അവന്റെ ബാഗ് ആരോ വലിച്ചുകൊണ്ട് പോയി. ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് തൊട്ട് കഴിഞ്ഞിട്ടാണ് ഇത് കേട്ട് തലയ്ക്ക് കിളി പോകും മനുഷ്യന്. അവസാനം ഞാൻ പറഞ്ഞു ടേൺ എടുത്ത് വിളിക്കും, ഒരു ദിവസം രാത്രി വിളിക്കും. ഇതെനിക്ക് ഒരു കോൺവെർസേഷൻ ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇത് റെഡിയായി കുട്ടപ്പത്തിയായി ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ജോലിക്ക് കാരണം 2 മണിയാകുമ്പോൾ, ഇപ്പോൾ ഒരു സമയം 11:30 ആയിട്ടുണ്ട്. ഐശ്വര്യ ഞാൻ രാവിലെ ഒരു 8 മണി തൊട്ട് വേണ്ട 8:45 തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബായ് എണീക്ക്, നമുക്ക് പുറത്ത് പോകണം. എന്റെ ആവശ്യം പോലെയാണ് ഇവിടെ ഞാൻ വിളിച്ചോണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഷോപ്പിങ്ങിന് പോകാനാണ്. എന്താണ് താൻ എടുത്ത പണി? പോയിക്കോളൂ. ഇല്ല, 2 ദിവസത്തേക്ക് ഇനി പറ്റില്ല തന്നെ. അപ്പൊ നമ്മൾ എന്താ, അപ്പൊ കുട്ടീനെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എന്തോ ഭാഗ്യത്തിന് കുറെ നേരം കൊണ്ട് ഞാൻ പിന്നാലെ നടക്കുമായിരുന്നു ഇവിടെ. ഇല്ല, അത്ര ആയിട്ടില്ല. എന്നാലും ഒരു വൃത്തിയുള്ള കോലത്തിൽ ക്യാമറയിൽ കാണിക്കാൻ കൊള്ളാവുന്ന ഒരു കോലത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് നിനക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും. എനിക്കറിയില്ലായിരിക്കുമെന്ന്. എനിക്ക് നല്ല എക്സൈറ്റിംഗ് ആണ്. കാരണം നിന്റെ വീഡിയോന്റെ താഴെ കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, റിക്വസ്റ്റ് വന്നിട്ടുണ്ട് നിനക്ക് ബാംഗ്ലൂർ ഡേയ്സ് റീലിവ് ചെയ്യാൻ. എന്തൊക്കെ തോന്നിയാസങ്ങളോ അല്ലെങ്കിൽ എന്തൊക്കെ മെമ്മറീസ് ആണ് നിനക്ക് ബാംഗ്ലൂരിനെ കൊണ്ടുവന്നുള്ളത്. അപ്പൊ അതാണ് നമ്മളിപ്പോ ചെയ്യാൻ പോടെ. അപ്പൊ ഞാൻ എന്താ ചെയ്യണമെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ്. കാരണം ഇത് നമുക്ക് എന്തായാലും ഓർമ്മ ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ തീരുമാനമായിക്കോട്ടെ. കാരണം അത് ഓർമ്മയില്ല പറഞ്ഞത് നേരെ കാണിച്ചിരിക്കാം. അതാണ് പുറത്തേക്കുള്ള വഴിയുന്നത്. ഇതെന്താന്ന് ഒരിക്കലും മറക്കില്ല. വർക്കില്ല. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്കും വെക്കും. എനിക്ക് അന്നേരം എനിക്ക് തോന്നിയിരുന്നു ഇവർക്ക് സ്ട്രൈക്കിംഗ് ആണ്. ഇന്ന് എനിക്ക് അറിയില്ല ഓർമ്മ ഉണ്ടോന്ന്, പക്ഷെ ഓർമ്മ ഉണ്ടാവണം. അതാണ് അപ്പൊ പീഡിപ്പിച്ച് ഓർമ്മിപ്പിക്കും ഞാൻ. അപ്പൊ നേരത്തെ ഇവിടെ ഇവള് വന്നിരുന്നിട്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ തന്നെ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അറിയില്ല, നോക്കാം പറ. അപ്പോ കുറച്ച് സ്ഥലങ്ങളുടെ പേര് അല്ലെങ്കിൽ കുറച്ച് ലൊക്കേഷൻസ് ഞാൻ പറയും. അതിനോട് തനിക്ക് എന്താണ് ഏറ്റവും വിവിഡ് ഓർമ്മ എന്നുള്ളത് താൻ പറയണം. തുടങ്ങല്ലേ? പൊളി. ഫസ്റ്റ് വെരി ഓബ്വിയസ്, ബൈജൂസിന് കൊണ്ടല്ലോ 1-2 ഓർമ്മ. എന്നെ കിട്ടിയത് ഭയങ്കര ഇടയിലാണല്ലോ. അതെന്തായാലും നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. മറക്കാത്തൊരു കാര്യം എന്താണ്? അതല്ലാണ്ട് വേറെ 2 ഓർമ്മ. അല്ല, അത് പറയണേ പറഞ്ഞു. മാത്രമൊന്നുമില്ല. എന്റെ സ്മൂത്തി കുടിച്ച് എനിക്കിട്ട് കൊട്ടിക്കൊണ്ടിരിക്കും. രസമുണ്ട് ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കാം. അപ്പൊ എന്താടോ ഞാൻ രസമുണ്ട് പറഞ്ഞോളൂ. ബൈജൂസിലെ ഓർമ്മകൾ. ബൈജൂസ് നല്ലൊരു പീരീഡ് ആയിരുന്നു ലൈഫിലെ. നല്ലൊരു കോളേജ് ലൈഫ് കഴിഞ്ഞിട്ട് വീണ്ടും വേറെ കോളേജ് ജോയിൻ ചെയ്ത പോലെയായിരുന്നു നമുക്ക് ബൈജൂസ്. കാരണം ഇനീഷ്യൽ പീരീഡ് നല്ല രസമായിരുന്നു. വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു, പക്ഷെ പ്രഷറുകൾ മനസ്സിലാവാത്തത് കാരണം വലിയ പ്രഷർ ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചധികം കാലം ഞാൻ ആ വണ്ടി ഓടിച്ചില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഇവള് ഓടിച്ചിട്ടുള്ള അധികം കാലം. കാരണം ഇവള് പോയപാടെ ഞാനും 2-3 മാസത്തിൽ ഞാൻ ക്വിറ്റ് ചെയ്തു. കാരണം നല്ലതൊക്കെ തന്നെയായിരുന്നു, പക്ഷെ എന്നാലും എൻ്റെ ഒരു സ്റ്റൈൽ ഓഫ് വർക്കിങ്ങിന് മാച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്ക് ഓരോ കമ്പനിയിലായിരിക്കുമല്ലോ സ്യൂട്ട് ആവാൻ പറ്റുന്നത്. എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെ. അപ്പം അതുകൊണ്ട് തൽക്കാലം ഇവിടുന്ന് പടിയിറങ്ങാമെന്ന് വിചാരിച്ച് പടിയിറങ്ങി. അവിടെ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ട്. ഞങ്ങൾ കോളേജിൽ നിന്ന് ഒരു 13 പേരെ സെലക്ട് ചെയ്തിട്ടാണ് നമ്മൾ ബൈജൂസിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ആ 13 പേര് കോളേജിൽ നിന്ന് അധികം സംസാരിക്കുക പോലും ചെയ്യാത്ത ആൾക്കാരുണ്ടോ. പക്ഷെ എന്നാലും പുതിയൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് കുറച്ചറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ക്ലോസ് ആവുമല്ലോ. ഒരാവശ്യം ഉണ്ടായിരുന്നു മിങ്കിൾ ചെയ്യണ്ടായിരുന്നു. അപ്പൊ നല്ലൊരു ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ നല്ല ഓർമ്മ ഉണ്ട്. പക്ഷെ കോമഡി ആയിട്ട് തോന്നുന്ന ഒരു ഓർമ്മ പെട്ടെന്ന് പറയുമ്പോ പെട്ടെന്ന് പണിയെടുത്തോണ്ടിരിക്കുകയായിരുന്നു. ബാക്കി പറഞ്ഞോളൂ. അങ്ങനെ വല്ലപ്പോഴും ഉണ്ടാവാറില്ലേ, അതുകൊണ്ട്. അപ്പോ എനിക്കിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് കാര്യം ചെയ്യണം മുന്നേ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കുറവാണ്. അപ്പോ അന്ന് ഇങ്ങനെ ഇരുന്ന് പെട്ടെന്ന് ആലോചിച്ചപ്പോഴാണ് ടാറ്റു ചെയ്യാം എന്നുള്ള ആദ്യത്തെ ഐഡിയ വന്നത്. അങ്ങനെ ഞാനും ഇവളും കൂടെ പോയിട്ട് പോയിട്ട് ഞങ്ങളൊരു വൃത്തികേട് ഇവിടെ ഇപ്പൊ ടാറ്റു ചെയ്യാൻ പറ്റുമോ? ഇല്ല, അല്ല പറ്റില്ല, എനിക്ക് പറ്റില്ല. എനിക്ക് പറ്റും, വേണ്ട. ഇപ്പൊ ടാറ്റൂയിങ് വൈബൊക്കെ പോയ പോലെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അറിയില്ല, എനിക്ക് ചിലപ്പോ നാളെ ചിലപ്പോ ഒന്ന് കിട്ടിയാൽ തോന്നിയാൽ അപ്പൊ ഇന്ന് രാവിലെ ഇപ്പൊ തോന്നുന്നില്ല ടാറ്റു ചെയ്യാൻ. അപ്പോ അതേപോലെ തോന്നിയ ഒരു കാര്യമായിരുന്നു പെട്ടെന്ന് ബാഗിറ്റിന്റെ ഒരു ബാഗ് വാങ്ങിക്കാൻ. വിചാരിച്ചാ പറയുന്നത് എനിക്കറിയില്ല, ഞാൻ മറന്നുപോയത്. ബാഗിറ്റിന്റെ ഒരു ബാഗ് വാങ്ങിക്കാൻ പെട്ടെന്നൊരു തോന്നൽ വന്നു.
അന്ന് നമുക്ക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിറങ്ങി കിട്ടുന്ന ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും ശമ്പളം തരുന്ന ഒരു കമ്പനി തന്നെയാണ് ബൈജൂസ്. പക്ഷെ എന്നാലും കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. എങ്ങോട്ടാണത് പോണത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പൈസ ഉണ്ടായിരുന്നു. സാലറി വന്ന ഉടനെ ആയിരുന്നു. അപ്പോൾ ബാഗിന്റെ ബാഗ് എനിക്ക് അന്ന് വാങ്ങിയ ബാഗ് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. കാരണം ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് എടുത്തു വെക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അന്നൊരു റെഡ് ബാഗാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. 2300 രൂപയാണ് എന്തോ വരുന്നൊരു ബാഗ്. അന്ന് 2300 ഇന്നും വലിയ വില തന്നെ 2300. അന്ന് കുറച്ചും കൂടെ വില കൂടുതലാണ് 2300 എന്ന് പറയുമ്പോൾ. അപ്പോൾ അതിന്റെ ഒരു ബാഗ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എനിക്കറിയില്ല, ഇവിടെ കോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ ഇപ്പുറത്തെ ഒന്ന് കോൾ ചെയ്യാണ്. എടാ ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് നീ വരണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പ്രാന്തണ്ട്, എനിക്ക് കോൾ ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ പോയാൻ കേട്ടോ. ഞാൻ അങ്ങനെ ആലോചിക്കാറുള്ള കൂട്ടത്തിലൊന്നും എനിക്കറിയില്ലേ. കോള് ചെയ്യണോണ്ടല്ലേ അവിടെ തത്തി നിന്ന്. കാരണം മന്തിന്റെ ആയിരുന്നു സാലറി കിട്ടിണ്ടായില്ല. ഇല്ലേ കിട്ടിണ്ടായോ? അതുകൊണ്ട് തന്നെ വൈശാഖ് സർ അന്വേഷിക്കും. എല്ലാരും അവിടെ തലയെണ്ണാൻ വരും പുള്ളി. അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഞാൻ പോയിട്ട് പെട്ടെന്ന് നമുക്ക് ഭ്രാന്തായിരുന്നു. ഫാക്ടറി ഔട്ട്ലെറ്റോ ഫാക്ടറി ആയിരുന്നു. ഫാക്ടറി അല്ല, ഒരു വെസ്റ്റ് സൈഡൊക്കെ ആയിരുന്നു പോയത്. അതൊക്കെ ഉള്ള ഒരു മോള് പോലത്തെ ഒരു സ്ഥലത്താണ് പോയിട്ടുണ്ടായിരുന്നു. പോയത്. എന്നിട്ട് വേറെ ആരും എന്നെ പറയാണ്ട് വിശ്വട്ടൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ബ്രദറിനെ പോലെയുള്ള ഒരു പുള്ളി ഉണ്ടായിരുന്നു. പുള്ളിനെയും കുത്തിപ്പൊക്കി ചാടി ഞാൻ ഓടിച്ചു. പുള്ളിക്ക് ആ മാസം റവന്യൂ ആയിട്ട് പുള്ളി സെറ്റ് ആയിരിക്കും. എനിക്കും ഇല്ല 5 വയസ്സ്. അതുകൊണ്ട് ഞാൻ റവന്യൂ ഉണ്ടാക്കണല്ലേ, കറങ്ങാനെങ്കിലും പോകണമെന്നുള്ള. എനിക്ക് 5 വയസ്സ് ഉണ്ടാവാതിരുന്നു. ഉണ്ടാവും. എനിക്ക് 10 വയസ്സുണ്ടായിരുന്നു. കുറച്ചുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പോയ ഗ്യാപ്പിൽ കൃത്യമായി വൈശാഖ് സാറല്ല, വൈശാഖ് സാറിന്റെ മാനേജർ, വൈശാഖ് സാറിന്റെ തനിക്ക് തന്നെ ഇഷ്ടം പുള്ളി. അല്ല തന്നെ അഭ്യസം എന്താണ് അല്ല റവന്യൂവിന്റെ കാര്യം തന്നെ പറയാൻ വിളിച്ചത്. യൂഷ്വൽ റവന്യൂ ഉണ്ടാവുന്ന അത്ര റവന്യൂ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ എന്തോ കാര്യം പറയാൻ വേണ്ടിട്ട് വിളിച്ചതായിരുന്നു തോന്നുന്നു. പുള്ളി അന്വേഷിച്ചിട്ട് എന്താ കാണുന്നില്ല. ഇവരെല്ലാരും എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത്. കാരണം ആ സമയത്ത് ഞാനുണ്ടെങ്കിലും ഇവളുണ്ടെങ്കിലും ഞാൻ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരായിട്ടേ കാണാറില്ല, ഇരട്ടകളായിട്ടേ കാണാറുള്ളൂ, ഒരാളായിട്ട് കാണാറില്ല. അപ്പൊ വൈശാഖ് സാർ എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു, ഞാൻ വൈശാഖ് സാറിനോട് എന്തോ ഇവിടെ വൈശാഖിനോടൊന്ന് ചോദിച്ചു ഐശ്വര്യ എന്തെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അവള് ബാത്റൂമിൽ പോയി വെക്കാന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി കുറച്ച് നേരമായി പുള്ളി അന്വേഷിക്കണം. അപ്പൊ ഇത്രയും നേരം. അപ്പൊ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വന്ന് ചോദിച്ചു വീണ്ടും വൈഷ്ണവ്. ഞാൻ പറഞ്ഞു അവൾ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു, ഇപ്പൊ എന്തോ കാര്യത്തിൽ പോയി. എനിക്കാണെങ്കിൽ കള്ളം പറഞ്ഞാൽ ഞാൻ മുഖത്തേക്ക് എഴുതി കഴിയും. കള്ളത്തരമായിട്ടോ പറയാൻ പോണേ. നല്ലോണം സത്യം പറഞ്ഞാൽ മുഖത്ത് എഴുതി കഴിക്കും. കോൺഫിഡൻസ് അല്ലെങ്കിൽ വായ തുറക്കണം. പറയൂ. അപ്പൊ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട്. അപ്പൊ ഞാൻ ഇവിടെ വിളിച്ചോണ്ടിരിക്കുക, ഇവിടെ എടുക്കണില്ല. എന്നിട്ട് അവസാനം ഞാൻ ബാക്ക് സെലക്ഷനിലാണ്. എനിക്കിങ്ങനെ ചീള കോളകളൊന്നും പറ്റണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ എന്തോ ഞാൻ നല്ല ചീത്തയെ വിളിച്ചത് പറഞ്ഞു, താ ഇങ്ങോട്ട് വന്നു അല്ലെ പണി പോയി കിട്ടും. അങ്ങനെ ഞാൻ ഓടി വന്നു പുതിയ ബാഗായിട്ട്. ആദ്യം ചോദിച്ചത് ബാഗ് എങ്ങനെ ഉണ്ട്, അത് ആദ്യം പറയാം. പണീന്റെ കാര്യമൊക്കെ പിന്നെ നോക്കാന്ന്. അങ്ങനെ എന്നെ മറ്റേ വൈശാഖ് സാറിന്റെ മാനേജർ വിളിപ്പിച്ചു. എന്നിട്ട് പുള്ളി എന്റെ അടുത്ത് റവന്യൂന്റെ കാര്യമൊക്കെ ചോദിച്ചു. അങ്ങനെ പൂട്ടി കെട്ടേണ്ടതായിരുന്നു ബൈജൂസ്. പക്ഷെ ആ മാസം പിന്നെ ഞാൻ റവന്യൂ മീറ്റ് ചെയ്തു. ഭയങ്കര വാശിക്കാരിയാണ്. എവിടെന്നെങ്കിലും റവന്യൂ കൊണ്ടുവരും. കുറച്ച് ഞാനിങ്ങനെ സങ്കടപ്പെടുത്തിട്ടുണ്ട്. എനിക്കും തരും കുറച്ച് ഇരിക്കട്ടെ. എനിക്ക് എക്സസ് ആയി കുറച്ച് ഇരിക്കട്ടെ. ഞാനൊന്നും ആവണ്ടായിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. അപ്പൊ കുറച്ച് കിട്ടിയതാവട്ടെ കുറച്ച് ഞാനും എടുത്ത് വെക്കാം. അപ്പൊ അതായിരുന്നു, അത് നല്ലൊരു മെമ്മറി ആയിരുന്നു. മതി നിർത്തിക്കൂടോ മതി. എനിക്ക് എന്നോട് നീ ചോദിക്കാറുണ്ടോ? അവരെണ്ണം ചോദിക്കോ? എനിക്ക് പറയണ്ടേ വരതോ എന്താണിത്? എനിക്ക് തന്നെ ഏറ്റവും പേടിപ്പിച്ചൊരു മെമ്മറി. പേടിപ്പിച്ച മെമ്മറി എന്ന് പറയുമ്പോൾ ഒരൊറ്റ നമുക്ക് രണ്ടുപേർക്കും പറയാനുണ്ടാവുള്ളൂ. ആ രാസ്ത കഫേ പോവാൻ. അതും വേറൊന്നും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. ഇപ്പൊ ഇങ്ങനെ ചിന്തിച്ചപ്പോ റാസ്ത കഫേ പോയതിൽ നമ്മൾ പേടിച്ചിട്ടില്ല. നമ്മൾ പിന്നെ ചിന്തിച്ച് പേടിക്കണതാണ്. അന്ന് നമുക്ക് പേടിക്കാൻ ഒരു ഇതുണ്ടായിരുന്നില്ല. അതന്നെ. ഇത് റാസ്ത കഫേ പോയതെന്ന് പറയുന്നത് രാത്രി 12 മണിയായപ്പോ എനിക്ക് ഒരു വെളിവും ബോധം ഉണ്ടായിരുന്നില്ല. എന്റെ 21-22 വയസ്സിൽ കേട്ടോ. അത് ആ ഒരു പീരീഡ് എല്ലാവരും ലൈഫിലും അങ്ങനെ തന്നെ ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഒരു 24-ന് ശേഷമൊക്കെയാണ് കുറച്ച് ജീവിതം എന്താണെന്നും കൂട്ട് കിട്ടിയതാണെങ്കിൽ എന്നെ. എനിക്കാണെങ്കിൽ വീട്ടിൽ നിന്ന് കൂടി വിട്ടു നിൽക്കണതിന്റെ ആകെ ഒരു പരാക്രമങ്ങളല്ല. എല്ലാം കൂടി എന്തൊക്കെയോ. ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ലേ, ഞാൻ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കണേ. അപ്പൊ നമ്മള് ഫ്രീഡം കിട്ടിയതിന്റെ പ്രാന്തായിരുന്നു. രാത്രി ഒരു 12 മണിയായപ്പോ എല്ലാരും പോകുന്നുണ്ട് റാസ്ത കഫേ. ദെൻ വൈ നോട്ട് അസ്? അങ്ങനെ ഞങ്ങള് സ്കൂട്ടർ എടുത്തു രണ്ടുപേരും കൂടി ബ്രേക്കില്ലാത്ത സ്കൂട്ടർ എടുത്തിട്ട്. റാസ്ത കഫേയില് രാത്രി ആ റൂട്ടിന് പോണത് കുറച്ച് പണിയാണ് എന്നിങ്ങനെ പൊതുവെ എല്ലാരും പിന്നീട് പറഞ്ഞു കേട്ടു. പക്ഷെ ഞങ്ങൾ പോണ വഴിക്ക് ഞാൻ വണ്ടി ഓടിച്ചായിരുന്നു. ഞങ്ങൾ ചെറുതായിട്ട് ആക്സിഡന്റ് ആയി. എനിക്കൊരു കാര്യം എനിക്ക് പറയണ്ട്. ഞാൻ വണ്ടി ഓടിച്ചിരിക്കുന്നു. ഒരു ചേട്ടൻ ഓപ്പോസിറ്റ് വരികയായിരുന്നു. വണ്ടി പോയി എന്റെ കയ്യ് കുറച്ചിങ്ങനെ എടുക്കാൻ
ഭയങ്കര വേദനയൊന്നുമില്ല, പക്ഷെ എന്നാലും കൈ ഇതായി. ഇവിടെ ചാടി ഇറങ്ങിയിട്ട് ചേട്ടനോട് പൈസ തേതോ പൈസ എന്നല്ല ഞാൻ ആദ്യം പറഞ്ഞു. എന്താണോ കാണിക്കുന്നത്, എനിക്ക് കന്നഡ അറിയില്ല. എനിക്കാണെങ്കിൽ ഇവിടെ എണീക്കാൻ പറ്റുന്നില്ല. ഞാൻ എണീക്കുന്നുണ്ട്, അതൊന്നും ഇവൾക്കൊരു പ്രശ്നമല്ല. ഇവൾക്ക് ദേഷ്യം വന്നേ. അല്ല പൈസ എന്നല്ല ഞാൻ പറഞ്ഞത് ആദ്യം. അവർ താൻ വിഷമമാണ്, അത് ഞാൻ ഇവിടെ നോക്കണല്ലോ, അത് ഞാൻ ചെറിയൊരു കറക്റ്റ് ആണ്. ഞാൻ ഇവിടെ നോക്കിയില്ല, ഞാൻ ചോദിക്കണേ എന്താണ് താൻ കാണിക്കണേ, അപ്പൊ അങ്ങനെ അതൊരു ഇതായിരുന്നു. പക്ഷെ ഇത് പിന്നീട് നമ്മൾ ആലോചിച്ച് പേടിച്ച ഒരു മെമ്മറിയാണ്. കാരണം ആ റൂട്ടിൽ പോകുന്ന നമ്മുടെ ഫ്രണ്ട്സിന് തന്നെ വേറെ കുറച്ച് പ്രശ്നങ്ങൾ രാത്രി പോകുന്നവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത് ആലോചിക്കുമ്പോ ഇപ്പൊ പേടിയാണ്. അന്ന് ചെയ്തത്, അന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവാൻ നല്ല ചാൻസ് ഉണ്ടായിരുന്നു. കാരണം അത് ആളും വെള്ളമൊന്നും ഇല്ലാത്ത വഴിയാണ്, ഹൈവേ ആണ്. അപ്പൊ പിന്നെ ഭയങ്കര എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവാം. പക്ഷെ അത് ആലോചിച്ച് പേടിച്ചാണ്. അതല്ലാതെ ബൈജൂസിൽ വന്ന ഉടനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഷിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് 2 മണി തൊട്ടിട്ട് 11:30-12 മണി വരെ ആയിരുന്നു അല്ലേ. നമ്മൾ 3 മണിക്ക് വന്നാൽ 12:30 അങ്ങനെ ഇറങ്ങും. പക്ഷെ നമ്മുടെ മാർക്കറ്റ് വരുന്നത് മിഡിൽ ഈസ്റ്റ് ആയിരുന്നു. അപ്പൊ അവിടെ ഓൾമോസ്റ്റ് ഒരു 10-10:30 ആവുന്നത് വരെയായിരുന്നു നമ്മുടെ സമയം വരുന്നുണ്ടായിരുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഞങ്ങൾ ജോയിൻ ചെയ്ത് ഏകദേശം ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ കേട്ടോ, ഒരു 2.5 മാസമൊക്കെ 2.5 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ജോലി ചെയ്ത് കഴിഞ്ഞു. ഇവർക്ക് വേറെ കുറച്ച് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ബൈജൂസിൽ കേട്ടോ. അപ്പോൾ അവരെല്ലാവരും ഒരുമിച്ചാണ് പോവുക. നമ്മൾ ജോയിൻ ചെയ്ത കുറച്ച് ന്യൂ ജോയിനേഴ്സ് മാത്രം ഒരുമിച്ച്. അപ്പോൾ ബൈജൂസ് ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു 15 മിനിറ്റ് നടന്നുള്ള ഒരു SG പാലയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ടല്ലോ, അവിടെ ആയിരുന്നു നമ്മുടെ അപ്പാർട്ട്മെന്റ് അല്ല, ഞാനൊരു PG യിലായിരുന്നു, ഇവിടെ വേറെ PG യിലായിരുന്നു. അപ്പൊ നമ്മളൊന്ന് ആസ് യൂഷ്വൽ നമ്മള് ഇത് കഴിഞ്ഞിട്ട് നടന്ന് പോവുമായിരുന്നു. നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. 5-6 പേരുണ്ട്. നമ്മളൊരു 4 ഗേൾസും 5 ബോയ്സും ഉണ്ട്. പെട്ടെന്ന് ഒരു ബൈക്ക് ഒന്ന് ക്രോസ് ചെയ്ത് നിർത്തി. അവര് കച്ചറ ഉണ്ടാക്കി കത്തിയെടുത്തു. അങ്ങനത്തെ ഒരു സീൻ ഉണ്ടായി. പിന്നെ തിരിഞ്ഞൊക്കെ എന്നെ കഴിഞ്ഞ ഒറാക്കിലെത്തിക്കുന്നു. അത് ഭയങ്കര ശരിയാണ്. അതാ ഭയങ്കര പേടിയുണ്ടായ സംഭവം. നമുക്കാണെങ്കിൽ ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെ നടക്കുന്ന അറിയുന്നില്ല. വഴികളാണെങ്കിൽ അതുപോലെ സ്ട്രീറ്റ് ലാംപ്സ് അങ്ങനെയൊന്നും ഇല്ല. അത് ബൈക്ക് വരുന്നു, 2 ചെറുക്കന്മാര് വെച്ചിരുന്നോന്ന് അറിയില്ല. കച്ചറ ഉണ്ടാക്കുന്നു, കത്തിയെടുക്കുന്നു, വീശുന്നു. ഞാനപ്പോഴേക്ക് ഓടി, തൊട്ടടുത്ത് ഒറാക്കളുടെ ഉണ്ടായിരുന്നു. നമ്മൾ എന്നെ നോക്കിയില്ല, എന്നെ ഇട്ടിട്ട് ഓടി. എനിക്ക് അവരൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് അവരെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഹെൽപ്പ് വേണം. അപ്പൊ ഞാൻ ഒറാക്കളുടെ സെക്യൂരിറ്റിനെ വിളിച്ചു വരുത്തി. നമ്മുടെ ഭാഗ്യത്തിന് അവിടെ അടുത്തായിരുന്നു ഒറാക്കിൾ. അപ്പൊ നമ്മൾ അങ്ങോട്ട് ഓടി, എല്ലാവരും കൂടി ഓടി. അവരെല്ലാവരും ഡിസിലടിച്ച് ബാക്കി സെക്യൂരിറ്റീസിനെയൊക്കെ വെച്ച് അതല്ലോ എബി പറഞ്ഞ എന്താണ് പാലത്തിൽ വെച്ച് അവന്റെ ബാഗ് ആരോ വലിച്ചുകൊണ്ട് പോയി. ആ ഇൻസിഡന്റ് കഴിഞ്ഞിട്ട് തൊട്ട് കഴിഞ്ഞിട്ടാണ്. അതുകൊണ്ട് നമ്മള് കെയർഫുൾ അല്ല, പക്ഷെ നമുക്കത് ഉണ്ടാവും എന്ന് അറിയൂലല്ലോ. പക്ഷെ എന്തോ ഒരു മനസ്സിലത് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടാവാം എന്നുള്ളൊരു കാര്യം. പക്ഷെ ദാറ്റ് വാസ് വെരി സ്കെയറി. നെക്സ്റ്റ് വന്നിട്ട് ജിബിലിന്റെ ഫ്ലാറ്റ്. നമ്മളവിടെ അപ്പാർട്ട്മെന്റിൽ റെന്റ് എടുക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് അപ്പാർട്ട്മെന്റ് എടുത്തത് സ്വരാജ് സൂപ്പർ മാർക്കറ്റ് എന്നുള്ള എന്താണ് എന്റെ പേര്, ചോക്ലേറ്റ് ഫാക്ടറി റോഡിലാണ്. എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ. സ്വരാജ് സൂപ്പർ മാർക്കറ്റ് ജീവിതത്തിലെ മറക്കില്ല. കാരണം എനിക്ക് തല കുത്തി നിന്ന് കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ ലാംഗ്വേജ് പഠിക്കുക എന്നുള്ളത് ഭയങ്കര കാര്യമാണ്. ആ ലാംഗ്വേജ് തന്നെ എങ്ങനെയാണ് തട്ടിക്കൂട്ടി അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ടോട്ട് വന്നത്. ഹിന്ദി എന്ന് പറഞ്ഞ സാധനം ഞാനും ഹിന്ദിയും കൂടെ ഒട്ടും ശരിയാവില്ല. ഒട്ടും ശരിയാവില്ല. അപ്പോ നമുക്ക് ക്യാബ് വിളിക്കുക അതിന്റെ. അപ്പൊ ഞാൻ ബൈഹാർട്ട് പഠിച്ചിരിക്കുന്ന സാധനം, भैया आप किधर है? मैं स्वराज हाइपर मार्केट के सामने हूँ, कितना टाइम लगेगा? ഇത്ര മാത്രം. ഇതിന്റെ മുഴുവൻ ഇങ്ങോട്ട് വേറെ എന്തെങ്കിലും ഞാൻ ഉദ്ദേശിക്കാത്ത മറുപടി പറഞ്ഞാൽ പിന്നെ എനിക്ക് മുന്നോട്ട് അറിയില്ല. അപ്പൊ കട്ട് ചെയ്യും, ക്യാബ് വേണം നടന്നു പോവാന്ന്. ഇത്രയും ഞാൻ എങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ആയിരുന്നു നമ്മൾ ആദ്യമായിട്ട് PGന്ന് മാറിയിട്ട് നമ്മൾ 3 പേരും കൂടെ, ഞാൻ ഇവളും ആർച്ചിയും കൂടെ ഒരു അപ്പാർട്ട്മെന്റ് എടുത്തിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ ഏറ്റവും നല്ല ഓർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ ഒരു പണി എടുക്കില്ല. അത് നല്ല ഓർമ്മയാണോ? അത് മോശമല്ലേ? അങ്ങനെ പറയരുത്. ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അല്ല, അവിടെ കുറെ നല്ല ഓർമ്മകൾ ഉണ്ടെങ്കിൽ ക്ലൂ തരും ഓർമ്മട്ടുള്ളത്. എടോ നമ്മള് രാത്രി വന്നിട്ട് നമ്മള് മറ്റേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോണേക്കെ ഞാൻ പറഞ്ഞുതരാം എന്റെ ഒരു ഓർമ്മ. ഞാൻ ഈ ബെഡിൽ നടുവിലാണ് കിടക്കുക. ഇവിടെ ഒരു സൈഡില് അൽക്കിയായിരിക്കും, ഒരു സൈഡിൽ ആർച്ചയായിരിക്കും. ഇവർക്ക് 2 പേർക്കും റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. അതായത് അൽക്ക വൈശാഖ് സാറായിട്ടും ആർച്ച ഇച്ഛായ 2 പേരും ഇപ്പൊ കല്യാണം കഴിഞ്ഞ് സെറ്റിൽ ആയിട്ടുണ്ട്.
ഞാൻ അന്ന് നടുവിൽ മലർന്ന് ഇങ്ങനെ അവൾക്ക് ആരുമില്ല, ആരെയും അവളുടെ മലയിലെ വീടില്ല. അതാണ് സിറ്റുവേഷൻ. ഞാൻ അന്ന് ഫ്രീ ആണ്, ഉറങ്ങാൻ സമ്മതിക്കില്ല ഇവരറിയാം. ഒറ്റ ബെഡ്റൂം ഉണ്ട്, ഒരു ബെഡ്റൂം ഉണ്ട്. ഇവിടെ ബേബി ബോ ആടാ, ബേബി ബോ പറയടാ, മറ്റേ ഇത് കേട്ട് തലക്ക് കിളി പോകും മനുഷ്യന്. മിണ്ട അവസാനം ഞാൻ പറഞ്ഞു ടേൺ എടുത്ത് വിളിക്കും. ഒരു ദിവസം രാത്രി വിളിക്കും. ഇതെനിക്ക് ഒരു കോൺവെർസേഷൻ ശ്രദ്ധിക്കാൻ പോലും പറ്റില്ല. ഇവിടെ ബേബി ബോ തീരുമ്പോ ഇവിടെ ഇച്ചാലെത്തിണ്ടായിരിക്കും. അങ്ങനെ പെട്ടൊരവസ്ഥയാണ്. അതാണ് എന്റെ നല്ലൊരു ഓർമ്മ. നടുക്കാർ കിടക്കും, എല്ലാവരും അറിയാം, നടക്കാൻ താഴെ കിടക്കും ബെഡിലാക്കി ഉരുട്ടിയിടുന്നായിരുന്നു അങ്ങോട്ട്. അപ്പൊ അത് നല്ലൊരു ഓർമ്മയായിരുന്നു. ഇച്ചായൻ ബേബി ബോ എന്റെ ജീവിതത്തിൽ കുട്ടിയുടെ മലയിൽ ആരും വീണുമില്ല, ആ ഒരു ബുദ്ധിമുട്ടിലിരിക്കുകയായിരുന്നു കുട്ടി. നല്ല പ്രാധാന്യമുള്ള 2 ക്യാരക്ടേഴ്സാണ്. ഒരു കാലത്ത് ഉറക്കം മുഴുവൻ കെടുത്തിയത് ഇവരുണ്ട്. ശരി, നെക്സ്റ്റ് വന്നിട്ട് നന്ദി ഹിൽസ് പോയത്. നന്ദി ഹിൽസ് നമ്മള് 1-2 തവണ പോയി. അതന്നെ പറയണേ, ഞാനും ഇടയ്ക്ക് പറയും, എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്നു. നന്ദി ഹിൽസ് നമ്മൾ 1-2 നമ്മളെന്താ നീങ്ങിരുന്നോളൂ, അതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. നന്ദി ഹിൽസ് നമ്മൾ 1-2 തവണ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് പോയിട്ടുള്ളത് ആദ്യത്തെ തവണയായിരുന്നു. നമ്മൾ ഈ വന്നതുപോലെ തന്നെ ഏറ്റവും ബൈജൂസിലെ ബ്യൂട്ടിഫുൾ പീരീഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനീഷ്യൽ 2 months ആയിരുന്നു. നമ്മൾ ഈ പറഞ്ഞതുപോലെ SCMS വന്ന ആൾക്കാരും ഫ്രഷ് ആയിട്ട് കോളേജ് കഴിഞ്ഞ് വന്ന ആൾക്കാരും നമ്മളൊരു 12 പേര് 13-14 കറക്റ്റ് ഓർമ്മയില്ല പേര്. നല്ലൊരു കൂട്ടായിരുന്നു. അതിനിടയ്ക്ക് എന്നെയും കൂടി ഞാനും വന്നു. നല്ലൊരു റിലേഷൻഷിപ്പ് ആയിരുന്നു. നല്ല അടിപൊളി, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര മ്യൂച്വലി സപ്പോർട്ട് ചെയ്ത് കെയർ ചെയ്ത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് പീരീഡ് ആയിരുന്നു അത്. അപ്പൊ ഒരു ദിവസം രാത്രി നമുക്ക് നന്ദി ഹിൽസ് പോകണം തോന്നി. നമ്മൾ വണ്ടി എടുത്ത് പെട്ടെന്ന് ജോലി കഴിഞ്ഞു. നമ്മൾ ഒരു 15 പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ കാർ റെന്റിന് കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, കാർ റെന്റിന് എടുത്തു. അതിന് കുറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഡ്രൈവേഴ്സ് ലൈസൻസ്, ആരുടെ ലൈസൻസ്, എങ്ങനെ എന്ത്, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാനാണല്ലോ അവിടെ വായം പൊളിച്ചിരിക്കുന്നു രാത്രി കുറേ നേരം. നല്ല ഓർമ്മയായിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷെ ഓർമ്മ എന്തായിരുന്നു എനിക്ക് ഓർമ്മയില്ല. നന്ദി ഹിൽസ് പോയി തിരിച്ചു വന്നു. നല്ല മെമ്മറി ആയിരുന്നു. അല്ല എന്നിട്ട് കേക്കോ പോയിട്ട് നമ്മള് ഇന്ന് കാണുന്ന നന്ദി ഹിൽസ് അല്ലേ, ഇന്ന് കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ കോട അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അന്നൊക്കെ കോട ഒന്നും അങ്ങനെ ഇല്ല. ഇപ്പൊ എനിക്കിനി ഞാൻ പോയ സമയത്ത് കോട ഇല്ലാതാണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ ആ സമയം ഞങ്ങൾ പോയ സമയത്ത് ഒരു ഒക്ടോബർ നവംബർ ആകുമ്പോഴത്തേക്കും ജാക്കറ്റ് ഇല്ലാണ്ട് വെളിയിൽ ഇറങ്ങാൻ, അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ജാക്കറ്റ് ഇല്ലാണ്ട് ബാംഗ്ലൂർ പുറത്തിറങ്ങാൻ പറ്റില്ല, കാരണം അത്ര തണുപ്പായിരിക്കും. ഇപ്പൊ അങ്ങനെയല്ല, ഇപ്പൊ ഭയങ്കര ചൂടായില്ലേ. അപ്പൊ അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾ വരുന്നത് 2016. അപ്പം നന്ദി ഹിൽസ് പോകാൻ തീരുമാനിക്കുന്ന ആ ഒരു ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഇയർ അങ്ങനെയാണ്. അപ്പൊ ഭയങ്കര കോടയാണ്. പിന്നെ 6 മണി കഴിയാണ്ട് അങ്ങോട്ട് കയറ്റുമില്ല. അപ്പം നമ്മൾ മെല്ലെ കാറൊക്കെ എടുത്ത് രാത്രി തൊട്ടേ ഉറങ്ങാണ്ട് നമ്മളിങ്ങനെ ഇരുന്ന് കാറെടുത്തോണ്ട് വന്ന് അങ്ങനെ 5 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. എന്നിട്ട് പോയി അവിടെ എത്തിയിട്ട് ഭയങ്കര കോടാട്ടോ, ഒന്നും കാണാൻ പറ്റില്ല. ഇവളുടെ വഴിക്ക് പോകണു, ഞാൻ എൻ്റെ വഴിക്ക് പോകണു, എന്തൊക്കെയോ അങ്ങനത്തെ സംഭവങ്ങൾ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് എന്നിട്ട് നമ്മൾ തിരിച്ചു വന്നു. അപ്പം അവിടെയൊക്കെ ചുറ്റിക്കറയും കണ്ടു. നമ്മൾ തിരിച്ചു വരുന്നു. അപ്പം ഞങ്ങളൊക്കെ ഉറക്കമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് എവിടെയോ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ താപിത്താണ് വണ്ടി ഓടിക്കണേ. താപിത്ത് വണ്ടി ഓടിക്കാണ്ട് ഞാൻ പണ്ടാരടങ്ങാൻ ദൈവമേ ഇപ്പം ഞാൻ ഭൂമിക്കടിയിലേക്ക് പോയത്. കാരണം അങ്ങനെയാണ് അവൻ വെട്ടിച്ചു പോണത്. ഞാൻ ദൈവമേ നമ്മളിന് ബൈജൂസ് കാണും എത്തോന്നൊക്കെ ആയിപ്പോയി. അത്ര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അവൻ കിഡിലൻ ഡ്രൈവ് ചെയ്യുന്ന ആളാട്ടോ. ഇവള് കിടന്നു കിഡിലൻ ഡ്രൈവ് ചെയ്യും. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവനോട് എത്തിയത്. പക്ഷെ അടിപൊളിയായിരുന്നു. നമ്മൾ സേവറിയിൽ നിർത്തി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചു. അടിപൊളിയായിരുന്നു. ഞാനൊന്നും ഓർമ്മ ഉണ്ടാകും. പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർമ്മ ഉണ്ടാകും. പക്ഷെ അടിപൊളിയായിരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഞാനവിടെ എഴുതി വെച്ചിട്ടുണ്ട്. തനിക്ക് ഏറ്റവും മെമ്മറബിൾ, ഞാൻ ചോദിക്കട്ടെ, തനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കാര്യം പറയും. ഞാൻ മെമ്മറബിൾ ആയിട്ടുള്ള എത്ര കാര്യങ്ങൾ പറഞ്ഞു? അത് തന്റെ കയ്യിലിരുന്നാൽ മതി. ഞാൻ ചോദിക്കാത്ത കാര്യങ്ങൾ പറയും. എന്നെ കണ്ടത് പറഞ്ഞോളൂ അങ്ങോട്ട്. എങ്ങനെയാണ് എന്നെ മീറ്റ് ചെയ്തത്? ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. വലിയ ഇൻട്രസ്റ്റിംഗ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു സാധനമാണത്. ഇവളെന്നോട് കാപ്പി. ഇവളെ മീറ്റ് ചെയ്തത് എങ്ങനെയാ? ഇവള് കുറച്ച് ലേറ്റ്, നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു 2-3 days കഴിഞ്ഞിട്ടാണ് ഇവള് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഒരു ചുവന്ന കുർത്ത എന്തായിരുന്നു. ഇവളിങ്ങനെ കുടുങ്ങി വരുന്നുണ്ട്. അപ്പൊ ഞാനെന്താ മറ്റേ ബോയ് കട്ടൊക്കെ ചെയ്തു. ആദ്യം എനിക്ക് തോന്നിയത് അവളെ കണ്ടിട്ട്. ടോം ബോയ്. മുടിയില്ല, ബോയ് കട്ടാണല്ലേ? മുടിയില്ല. ഇങ്ങനെ ഇപ്പൊ ഉള്ള ഈ തുടുപ്പൊന്നുമില്ല, ഇങ്ങനെ ഇരിക്കും മോന്ത. അപ്പൊ ശബ്ദം അത് എല്ലാം പഠിക്കണം. ഫയർ ലാം തോന്നുന്നുണ്ട്. ഓടണ്ടേ? എനിക്ക് തോന്നുന്നില്ല. ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫയർ ലാം അടിക്കാറുണ്ട്. ഞാൻ മൈൻഡാക്കാറില്ല. അപ്പൊ ഇവിടുന്ന് ചാടാനും പറ്റില്ല. തീർന്നു. തീർന്നു. അപ്പോ
ഇവളിങ്ങനെ കുണി വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, വുഡ് യു ലൈക്ക് ടു ഹാവ് എ കപ്പ് ഓഫ് കോഫി? ഒന്നുമില്ല, നിങ്ങൾ ഇറക്കി വിട്ടോ. വൈശാഖ് സാറിന് എനിക്ക് എന്താണ് 1-on-1 ഒരു ഇത് തരണം എന്ന് പറഞ്ഞിട്ട്. അതല്ല മറ്റേ 1-1 സെഷൻ. കാരണം ഇവിടെ കുറച്ച് ലേറ്റ് ആയിട്ടാ ജോയിൻ ചെയ്യുന്നത്. നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട്. അത് അയാളുടെ ഒരു ഇളക്കായിരുന്നു. അത് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത്. പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ ചോദിച്ചു കോഫി വേണോന്ന്. അപ്പൊ എന്നെ ഒരു പരിചയമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കോഫി അവിടെ ചോദിച്ചു. ഞാൻ അവൾക്ക് കോഫി കഫറ്റേരിയ പോയി എടുത്തിട്ട് ഞാനോർത്ത് കൊള്ളായി, കുട്ടി ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെക്കൻഡ് ഇവള് റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്താ അറിയില്ല, അങ്ങനെയായിരുന്നു. വളരെ പെട്ടെന്നായിരുന്നു. പിന്നെ പിറ്റേന്ന് തന്നെ മോർണിംഗ് വാക്കിന് വിളിച്ച ഓർമ്മയുണ്ടോ? എന്നെ മോർണിംഗ് വാക്കിന് വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ശരി ഞാൻ പോവാം. അത് തൊട്ടായിരുന്നു നമ്മളുടെ ഒരു താങ്ങാൻ പറ്റില്ല. ചോദിക്കൂ, പറഞ്ഞോളൂ. ഫോറം മോൾ കോർമംഗ്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഫോറം മോൾ കോർമംഗ്ല കൊണ്ട് കുട്ടി ഒരു 21-22 പ്രായം. കുട്ടിക്ക് പെണ്ണ് കാണാൻ പോണം. ആരൊക്കെയോ പെണ്ണ് കാണാൻ. എനിക്കത് നല്ല എന്താണിത്, എനിക്കത് നല്ല ഓർമ്മയുണ്ട്. എനിക്ക് പെണ്ണ് കാണാൻ പോണെന്നല്ല ഞാൻ പറഞ്ഞില്ല, 21 വയസ്സിന്റെ മാട്രിമോണി ഇവിടെ തപ്പി തുടങ്ങുകയാണ്. അപ്പോ ഒരാളെ വെല്ലച്ചൻ പോയിട്ട് കാണാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഞങ്ങള് കുറച്ച് ഫാമിലി മെമ്പേഴ്സിന് ഫ്രീഡം അനുവദിക്കുന്ന ഫാമിലിയാണ്. അപ്പൊ അതുകൊണ്ട് കോർമംഗല ഫോറം മോളിൽ വെച്ചിട്ടായിരുന്നു മീറ്റിംഗ്. അപ്പൊ ഒറ്റയ്ക്ക് പോകാൻ വയ്യല്ലോ, ഞാൻ വളിയും കൂട്ടി പോയി. തന്നെ കൂട്ടില്ല, ഇവൾ എന്തായാലും എന്നെ കൂട്ടിട്ടേ പോകുള്ളൂ. ഇവളെ കാട്ട് കൂടുതൽ ചെക്കൻ കണ്ടിരിക്കുന്നത് ഇവക്ക് വേണ്ടിയിട്ട് ഞാനാണ്. വലിയ ഇഷ്ടം താല്പര്യമൊന്നും ഉണ്ടായില്ല. നീയാണ് പെണ്ണെന്ന് വിചാരിച്ചോ? ഇല്ല, ഞാൻ അവിടെ മസാല അവിടെ എത്തിയിട്ട് മറ്റേ ചായക്കഥ പോലെ തന്നെ. അയാൾ വെറുതെ ഒരു നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യൻ. പുള്ളി വെറുതെ ഇങ്ങനെ ചോദിക്കില്ലേ എന്തെങ്കിലും കഴിക്കാടുത്താൽ. അപ്പൊ ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. അവര് മസാല ദോശ വന്ന പുള്ളി ഞാൻ ഇവിടെ ഇരുന്ന് വർത്താനം പറയ. പുള്ളി മസാല ദോശ ഒക്കെ ഓർഡർ വന്ന് ക്യൂല് വാങ്ങി ചായയായി വന്ന് ഞാൻ അവിടെ പോയി ഇവരുടെ കഴിച്ച് വീട്ടിൽ വന്നു. സൊള്ളലൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് 4 പേരും കൂടെ മസാല ദോശ കഴിച്ച് മസാല ദോശ അഭിപ്രായമൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് വന്നു. അന്ന് കുട്ടി പൂട്ടി കെട്ടിയതാണ് പെണ്ണുകാരിൽ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു ആ പരിപാടി. നല്ലതായിരുന്നു. ഇങ്ങനെ പല പല സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കായിരുന്നു. രസമുണ്ടായിരുന്നു ആ പരിപാടി. നെക്സ്റ്റ് വന്നിട്ട് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. ഇതാ പറഞ്ഞോളൂ. എന്താണ് തനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട്? തനിക്ക് ബാംഗ്ലൂർ വിടുമ്പോ സങ്കടം ഉണ്ടായിരുന്നു? എന്നെ മിസ് ചെയ്യുന്ന സങ്കടം ഇല്ലല്ല, ഞങ്ങൾ അടിച്ചു വരുന്നിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ നമ്മള് മുടി കളർ ചെയ്ത് കൊളായിപ്പിക്കേണ്ട ഒരു സന്തോഷം ഉണ്ടല്ലോ. ടിക്ടോക്ക് ചെയ്തപ്പോ എനിക്കുണ്ടായിരുന്നത് അത് വേറെ ലെവലായിരുന്നു. പടക്കൊക്കെ പൊട്ടിച്ചേർന്നു. ഞാൻ ആകാശത്ത് പോയി പൊട്ടണ പടക്ക ഞാൻ മുടി കളർ ചെയ്തേരെ. അല്ലാത്ത ബാംഗ്ലൂർ വിടുമ്പോ എനിക്ക് അറിയണ്ടായിരുന്നില്ല ഞാൻ ബാംഗ്ലൂർ ഇവിടെ വീട്ടിൽ പോയിരിക്കുമ്പോഴത്തേക്ക് വരണ്ട എന്നുള്ള തീരുമാനം എടുത്തു കുട്ടി. അല്ലെങ്കിൽ എനിക്ക് ഞാൻ അറിയണ്ടായിരുന്നില്ല ഞാൻ പോയിട്ട് തിരിച്ചു വരില്ല എന്നുള്ളത്. ഞാൻ ഓൾറെഡി കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അപ്പൊ എനിക്ക് ആ ഡിസിഷൻ എടുക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. ഞാൻ പോയി. പിന്നെ ഞാൻ ഷോക്ക്. എന്താണ് നമ്മള് കാണുന്നത്? ഞാൻ പിന്നെ ഭയങ്കര വാശിക്കായിരുന്നു ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത്. ഞാൻ അന്ന് തന്നെ എടുത്ത തീരുമാനമായിരുന്നു. അല്ലാതെ ഞാൻ അങ്ങനെ ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നില്ല ഇത്. ജീവിതത്തിൽ സന്തോഷം കിട്ടാത്ത കാര്യങ്ങൾ അധിക കാലം നമുക്ക് ആർക്കും ഓടിച്ചോണ്ട് പോകാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് കുട്ടി ഇറങ്ങിക്കഴിഞ്ഞ ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഇറങ്ങി. എനിക്ക് അത് കമ്പനിയുടെ പ്രശ്നമല്ല. കമ്പനിയുടെ അല്ല കേട്ടോ. ഐ മീൻ ഓർഗനൈസേഷന്റെ പ്രശ്നമല്ല. കാരണം വൈഷോ ഉണ്ടായിരുന്നു. എനിക്ക് നീ ഇറങ്ങാനുള്ള റീസൺ ചിലപ്പോ ഞാനും കൂടെ വന്നു കഴിഞ്ഞപ്പോ അവിടെ നീ കൊറേ, കാരണം ബൈജൂസ് ഉണ്ടല്ലോ ഒരു വർക്കിംഗ് നേച്ചർ ആയിരുന്നില്ല അവിടെ. നമുക്ക് കുറെ ഒരു കോളേജ് വൈബായിരുന്നു. ഞാൻ പണിയെടുത്തിട്ടുള്ള അവിടെ കുറച്ചാണ്, പറയാൻ പാടില്ല. പക്ഷെ ഞാൻ കുറച്ചേ പണിയെടുത്തിട്ടുള്ളൂ. കാരണം ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ് ആ ഒരു ഫ്രീഡം കിട്ടണു. വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കണു. എനിക്ക് ഫ്രീഡം തരാണ്ടൊന്നും വളർത്തിയൊരു കുട്ടില്ല. എനിക്ക് നല്ല തോന്നിയാസം നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷേ രാത്രി പുറത്ത് പോകും അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ലല്ലോ വീട്ടിലുള്ളപ്പോൾ. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റി. പിന്നെ വർക്ക് ടൈമും അങ്ങനെയാണ്. പിന്നെ എനിക്ക് എന്താണ് ഈ മൊത്തത്തിൽ എനിക്കൊരു സുഖം ഉണ്ടായിരുന്നില്ല. ഇവളും കൂടി പോയി കഴിഞ്ഞപ്പോഴേ ഞാൻ ആകെ എനിക്കൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്, ഒന്നും ചെയ്യാനില്ലാത്ത പോലെ അവിടെ. അപ്പൊ എനിക്ക് തോന്നിയില്ലേ അത് അധികം നാളും ഞാൻ ഒരു കൊല്ലം അതായിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം പിന്നെ തെറ്റൊക്കെ ചെയ്യാറുണ്ട്. അപ്പൊ മൈൻഡാക്കാറില്ല. ചെമ്മീൻ ചാടിയ ചട്ടിയോളം പിന്നെയും ചാടിയ മുട്ടോളം തിരിച്ചിങ്ങോട്ട് വരും. അപ്പൊ അതും പറഞ്ഞ വേറെ നീ പറയാനുണ്ടോ? പറയാൻ കൂടെ അതിനെ കുറിച്ച് 2 വാക്ക് ഒക്കെ സംസാരിക്കാം. ഇത് നല്ലൊരു ഇതാണ്. പൊക്കിക്കോളോ ഇല്ല. ഇല്ല ഇവിടെ തലയൊക്കെ പിടിച്ചൊന്ന് കുലുക്കണം ഓർമ്മ.
പറഞ്ഞോളൂ. അത്രേ ഉള്ളൂ. നമ്മൾ ഇനഫ് മെമ്മറീസ് ഷെയർ ചെയ്തു. ഇനി അവർക്ക് തന്നെ നമ്മുടെ മെമ്മറി കേട്ട് ബോറടിക്കും. എന്തിനാണ് വെറുതെ. എന്നാ ശരി. അപ്പം ഇതോടെ നമ്മളിവിടെ ഈ മെമ്മറീസ് ഈ ഓർമ്മകളോട് അവസാനിപ്പിക്കുകയാണ്. പക്ഷെ നമ്മൾ വീണ്ടും തിരിച്ചു വരും. ഞാൻ വൈഷുവായിട്ട് വരേണ്ട ഒരു സെഷൻ, വൈഷുവായിട്ടുള്ള മെമ്മറീസ് ഷെയർ ചെയ്യാൻ. യാ അപ്പോ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അൽക്ക വൈഷ.